ചെലവഴിക്കണം എന്ന് പറഞ്ഞാൽ അപ്പോ ആ ഫണ്ട് പിന്നെ തിരിച്ചു പിടിക്കുന്ന അതിന്റെ അർത്ഥം തിരിച്ചു പിടിക്കുന്ന അർത്ഥം. ഒരു വലിയ ദുരന്തം ഉണ്ടായ സ്ഥലത്ത് ഞാൻ ചോദിക്കണം, 1.5 മാസം കൊണ്ട് ഒരു പ്രോജക്റ്റ് കംപ്ലീഷൻ പൂർണ്ണ തോതിൽ സാധ്യവും. അപ്പൊ അവർക്ക് ഇവാലുവേഷൻ നടത്താം. പ്രോജക്റ്റ് കംപ്ലീഷൻ ആയിട്ടില്ലെങ്കിലോ അത് തുടർന്നു സമയം കൊടുക്കാനുള്ള നടപടി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നാണ്. ആ നടപടി അതാണ് പറഞ്ഞത്, ദുരന്തത്തിന്റെ സമയത്ത് നൽകേണ്ടത് ഈ രീതിയിലുള്ളതായിരിക്കുന്ന നിരവധി ടൈഡുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള സമീപനം ഒരു കാരണവശാലും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കാൻ പാടില്ല. ആ സമീപനം സർക്കാർ തിരുത്തണം. അത് നീതിബോധമില്ലാത്തതായ ഭരണകൂടത്തിന്റെ നടപടിയാണ്. 50 കൊല്ലമായാലും 100 കൊല്ലമായാലും മുണ്ടകയിലെ ചൂരന്മാരിൽ ജനം ഉണ്ടാക്കിയ ദുരന്തമാണ് ഈ ദുരന്തം അല്ലല്ലോ. അത്യുഗ്രമായിട്ടുള്ള മഴ പെയ്യുന്നത് അവരുടെ കുറ്റമാണ്. ഗ്ലോബൽ വാർമിംഗ് അവരുടെ കുറ്റമാണ് അല്ലല്ലോ. ആ ദുരന്തത്തിന്റെ കാരണം മറ്റുള്ളവരാണ്. അപ്പോ സർക്കാർ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം സർക്കാരിനാണ്. അതിന്റെ റീകൺസ്ട്രക്ഷനും റീഹാബിലിറ്റേഷന്റെ റെസ്പോൺസിബിലിറ്റി സർക്കാരിനാണ്. ആ ഉത്തരവാദിത്തം ഇരു സർക്കാരുകളും ഒരുമിച്ച് നിർവഹിക്കണം. എന്തിനാ സെൻട്രൽ ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ എന്ന് പറഞ്ഞത്? എന്താ? കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചല്ലോ ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ. അത് പ്രഖ്യാപിക്കാൻ അവർക്ക് 5 മാസം എടുക്കേണ്ടി വരും. പക്ഷെ ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ എന്ന് പറഞ്ഞാൽ ആ ഡിസാസ്റ്റർ ജില്ലാ ഭരണകൂടത്തിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഒരുമിച്ച് മീറ്റ് ചെയ്യാൻ സാധിക്കാത്തതാണ്, കൈകാര്യം ചെയ്യാൻ സാധിക്കാത്തതാണ്. അതിന് കേന്ദ്രത്തിന്റെ അസിസ്റ്റൻസും കൂടെ ആവശ്യപ്പെടുന്നതാണ്. അതാണ് അർത്ഥം. അവിടെ കേന്ദ്ര സർക്കാർ സഹായം ചെയ്യുമ്പോൾ അതിന് തിരിച്ചടവ് പറയുന്നത്, സമ്പൂർണ്ണ തിരിച്ചടവ് പറയുന്നത് സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ കൈവരിക. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.